എന്നാലും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കി തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും 1 മണിക്കൂർ മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഓടി ആഴിമലയിൽ വന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. മുൻ ഭരണസമിതിയുടെ അപേക്ഷ പ്രകാരം ഒരു അപേക്ഷ കൊടുത്ത് അദ്ദേഹം ആ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഓടി ആഴിമലയിൽ ഒരു 2 മണി സമയത്ത് വന്നു. 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് ഓടി വരികയും ഒരു 50 ലക്ഷം രൂപ അടിസ്ഥാന സൗകര്യത്തിന്, ടോയ്ലറ്റ്, നമുക്കിന്നിവിടെ ഈ കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി, ആഴിമലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ന് അദ്ദേഹത്തിന്, ഞാൻ ക്ഷേത്ര കമ്മിറ്റി കൂടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ശ്രീ ഗംഗാധരേശ്വര ഒരു അവാർഡ് നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് തുടങ്ങിയത്. ഈ വർഷം ശ്രീ സുരേന്ദ്ര സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൈയടിച്ച് അത് പാസ്സാക്കുകയാണ്. സാധാരണ ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. ഒരാൾ പോലും അദ്ദേഹത്തിന് കൊടുക്കണ്ടെന്നോ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അത് ഇന്നിപ്പോൾ ഇത്രയും ഭക്തജനങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ സമർപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അടുത്തതായി ഗംഗാധരേശ്വര പുരസ്കാര സമർപ്പണമാണ്. നമ്മുടെ ആദരണീയനായ ജ്യോതിഷ് പോറ്റിയും നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റ് എസ് രാജേന്ദ്രനും ചേർന്ന് ശ്രീമാൻ കടകംപള്ളി തിരുവനന്തപുരം എം.എൽ.എക്ക് ഗംഗാധരേശ്വര പുരസ്കാരം സമർപ്പിക്കുന്നു. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെ 79ാമത് വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് മഹാദേവന്റെ പേരിലുള്ള, ഗംഗാധരേശ്വരൻ്റെ പേരിലുള്ള പരമോന്നത ബഹുമതി ഏറ്റവും ആദരണീയനായ കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എക്ക് നമ്മൾ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കഴക്കൂട്ട എം.എൽ.എക്ക് ക്ഷേത്ര പ്രസിഡന്റും സെക്രട്ടറിയും മേൽശാന്തിയും ചേർന്ന് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഗംഗാധരേശ്വര പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകുകയാണ്.